വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജ് ബിൽ ഗവർണർ തള്ളിയതിന് പിന്നാലെ വൻ അഴിമതി ആരോപണം. സർക്കാരിലെ ഉന്നതർക്ക് ബന്ധമുള്ള വൻ അഴിമതി നടന്നുവെന്ന് കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ ആരോപിച്ചു. ബില്ലിന് പിന്നിൽ വഴിവിട്ടതൊന്നും നടന്നിട്ടില്ലെന്നായിരുന്നു കെ മുരളീധരന്റെ നിലപാട്. ഗവർണർ തടഞ്ഞ ബില്ലിൽ ഇനി തിടുക്കപ്പെട്ട് നടപടി വേണ്ടെന്നാണ് സർക്കാരിന്റെ തീരുമാനം. ഗവർണർ തടഞ്ഞതോടെ വിവാദമായ മെഡിക്കൽ ബില്ലിന് സ്വാഭാവിക മരണം സംഭവിച്ചു. പക്ഷേ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുപോലെ വെട്ടിൽ വീണ നീക്കത്തിനു പിന്നിൽ വൻ അഴിമതി ആരോപിച്ചത് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ ബെന്നി ബെഹനാനാണ്. സർക്കാരിലെ ഉന്നതർക്ക് ഇക്കാര്യത്തിൽ ബന്ധമുണ്ടെന്നാണ് ആരോപണം. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും രണ്ട് തട്ടിലാണ്. ബെന്നി ബെഹനാന്റെ ആരോപണത്തെ കെ മുരളീധരൻ തള്ളിയതിങ്ങനെ: ഒരവശബ്ദവും UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലുണ്ടായി. അതിനുശേഷം ബില്ലിൻ്റെ ചർച്ചാവേളയിൽ ഒരു അംഗം എതിരായിട്ട് പറഞ്ഞു, പുറത്തു വന്നപ്പോൾ പലരും എതിരായിട്ട് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഏതായാലും ആ ബില്ല് ഗവർണർ മടക്കിയ സ്ഥിതിക്ക് ഇനിയുള്ള കാര്യങ്ങൾ പാർട്ടിയിലും UDFിലും ആലോചിച്ചതിന് ശേഷം തീരുമാനിച്ചാൽ മതി. അതല്ല ഇനി ഗവൺമെൻറ് ബില്ലുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇനി നിയമസഭയ്ക്ക് അകത്തുള്ള ഞങ്ങൾക്ക് ഈ ഭാവാരം താങ്ങാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. മെഡിക്കൽ ബില്ല് വിവാദത്തിൽ തുടക്കം മുതൽ വ്യത്യസ്ത നിലപാടെടുത്ത VM സുധീരൻ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. പക്ഷേ ഇക്കാര്യത്തിൽ തിടുക്കപ്പെട്ട ഒരു നടപടിയും വേണ്ടെന്നാണ് സർക്കാരിന്റെ തീരുമാനം. പ്രതിപക്ഷവുമായി ആലോചിച്ച് അടുത്ത തീരുമാനമെടുക്കൂ. ഗവർണറുടെ തീരുമാനത്തിന് പുറമെ ബില്ലിനെ എതിർത്ത് ആരോഗ്യ സെക്രട്ടറി എഴുതിയ അഭിപ്രായവും സർക്കാരിനെ കുഴയ്ക്കുന്നു. സെക്രട്ടറിയുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയുണ്ടെങ്കിലും ഇക്കാര്യത്തിലും ഉടൻ നീക്കങ്ങളൊന്നും ഉണ്ടായേക്കില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. മെഡിക്കൽ പ്രവേശന ബില്ലിൽ സർക്കാരുമായി ചർച്ചയ്ക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇനി ചർച്ച നടത്തുന്നതിൽ പ്രസക്തിയില്ലെന്നും സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. 180 വിദ്യാർത്ഥികളുടെ കണ്ണീരിന് മുന്നിൽ അവരുടെ ഭാവിയോർത്ത് മനുഷ്യത്വപരമായ നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. പ്രശ്നത്തിൽ ഇനി പരിഹാരം കണ്ടെത്തേണ്ടത് സർക്കാരാണെന്നും ചെന്നിത്തല വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കണ്ണൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുന്നു. നീറ്റ് യോഗ്യതയുള്ള കുട്ടികളാണ് സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷിയേറുക. കുട്ടികളുടെ യോഗ്യത ബോധ്യപ്പെടുത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി രക്ഷിതാക്കൾ ന്യൂസ് 18നോട് പറഞ്ഞു. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ 137 കുട്ടികളിൽ പ്രവേശന യോഗ്യതയുള്ള കുട്ടികളാണ് സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരുക. മെയ് 7 മുമ്പ് ഇത് സംബന്ധിച്ച ഇംപ്ലീഡ് പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് തീരുമാനം. നീറ്റ് അനുസരിച്ചുള്ള യോഗ്യത തങ്ങൾക്കുണ്ടെന്നും പ്രവേശനം റദ്ദു ചെയ്തതെന്നുമാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ കേസ് പരിഗണിച്ച ഘട്ടങ്ങളിലൊന്നും തങ്ങളുടെ വാദം കേട്ടില്ലെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. ഇവർ ഈ രേഖകളൊന്നും തന്നെ കൃത്യസമയത്ത് ജെയിംസ് കമ്മിറ്റിക്ക് നൽകിയില്ല. ആദ്യമായിട്ട് ഇവർ 50-50 എന്നുള്ള സർക്കാർ മാനദണ്ഡം പാലിക്കാൻ തയ്യാറായില്ല. മാനേജ്മെന്റ് കുട്ടികളുടെ ഭാവി തകർത്തുവെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു. പ്രവേശനം ക്രമപ്പെടുത്താനുള്ള ബില്ല് ഗവർണർ തള്ളിയതാണ് കുട്ടികൾ കോടതിയെ സമീപിക്കാൻ ഇടയാക്കിയത്. മെയ് 2-ാം വാരമാണ് സുപ്രീം കോടതി വീണ്ടും കേസ് പരിഗണിക്കുക. ന്യൂസ് 18 കണ്ണൂർ. ന്യൂസ് 18 ഇംപാക്ട്. വയൽ നികത്തി കെട്ടിടം പണിയാനുള്ള കൊല്ലം NS ആശുപത്രിയുടെ നീക്കത്തിന് തിരിച്ചടി. നിർമ്മാണം നിർത്തിവെക്കാൻ CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയോട് തഴുത്തല വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടു. സർവേ വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തണമെന്നും വില്ലേജ് ഓഫീസർ കൊല്ലം ഡെപ്യൂട്ടി തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി. പ്രദീപ് C നെടുമൺ ചേരുന്നു. പ്രദീപ്, നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു വാർത്ത, ഗുരുതരമായ ചട്ടലംഘനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ? സ്ഥലത്ത് നടത്തിയ പരിശോധനയെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CPM നിയന്ത്രണത്തിലുള്ള NS ആശുപത്രിയുടെ ഭരണസമിതിക്കാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. RDOയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വില്ലേജ് ഓഫീസർ സ്ഥലം പരിശോധിച്ചത്. അദ്ദേഹം സമീപവാസികളിൽ നിന്നും വിവരങ്ങൾ ആരായുകയും ചെയ്തു. തുടർന്ന് വിശദമായ റിപ്പോർട്ട് കൊല്ലം ഡെപ്യൂട്ടി തഹസിൽദാർക്ക് നൽകിയിട്ടുമുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് വിവിധ സർവേ നമ്പറുകളുള്ള ഭൂമിയായതിനാൽ ഇതിൽ കരഭൂമി ഏതാ വയലെന്ന് തിരിച്ചറിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സർവേ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയുള്ള വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ നടത്തണമെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതനുസരിച്ച് വരുന്ന ദിവസങ്ങൾ തന്നെ കൂടുതൽ പരിശോധന നടത്താനും സാധ്യതയുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കാൻ വില്ലേജ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വലിയ തോതിൽ അവിടെ വയൽ നികത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അതിന്റെ തെളിവുകൾ സഹിതമാണ് ന്യൂസ് 18 വാർത്ത പുറത്തു കൊണ്ടുവന്നത്. രഞ്ജിത്ത്. ശരി പ്രദീപ്. മറ്റു വാർത്തയിലേക്ക്. കാവേരി ജലവിനിയോഗ ബോർഡ് രൂപീകരിക്കാത്തതിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം കനക്കുന്നു. നടികർ സംഘത്തിന്റെ നേതൃത്വത്തിൽ തമിഴ് സിനിമാ താരങ്ങൾ ചെന്നൈയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാവേരി പ്രശ്നം രൂക്ഷമായി നിൽക്കുമ്പോൾ IPL മത്സരം നടത്തുന്നത് ശരിയല്ലെന്ന് രജനീകാന്ത് വ്യക്തമാക്കി. സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, ഉലകനായകൻ കമൽഹാസൻ, സൂപ്പർ താരങ്ങളായ വിജയ്, വിശാൽ, സൂര്യ, സംഗീത സംവിധായകൻ ഇളയരാജ തുടങ്ങി തമിഴ് സിനിമാ ലോകം ഒന്നടങ്കം കാവേരി പ്രതിഷേധ കൂട്ടായ്മയിൽ അണിനിരന്നു.
നടികർ സംഘത്തിന് പുറമെ തമിഴ് ചലച്ചിത്ര സംഘടനകളായ തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ, സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റ് അസോസിയേഷൻ, ഫിലിം എംപ്ലോയീസ് അസോസിയേഷൻ എന്നീ സംഘടനകളും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. കാവേരി വിഷയത്തിൽ പ്രതിഷേധമറിയിക്കാനുള്ള മാർഗമായി IPL-നെ ഉപയോഗിക്കാനുള്ള നീക്കത്തിന് പിന്തുണയറിയിക്കുന്നതായിരുന്നു രജനീകാന്തിന്റെ പ്രതികരണം. പ്രക്ഷോഭം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ചെന്നൈയിൽ IPL നടത്തുന്നത് ഭൂഷണമല്ലെന്ന് തന്റെ വസതിക്ക് മുന്നിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ രജനീകാന്ത് അഭിപ്രായപ്പെട്ടു. അതേസമയം കാവേരി നദീതട പ്രദേശങ്ങളിലൂടെ പ്രതിപക്ഷ നേതാവ് MK സ്റ്റാലിൻ നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ കാവേരി സംരക്ഷണ യാത്ര തുടരുകയാണ്. സുപ്രീം കോടതിയുടെ ഫെബ്രുവരി 16 വിധി നടപ്പിലാക്കുന്നതുവരെ സമരം ചെയ്യുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തമിഴ്നാട്ടിൽ കാവേരി നദീജല പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ ചെന്നൈയിൽ നടക്കേണ്ട IPL മത്സരങ്ങൾ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് BCCI സജീവമായി ആലോചിക്കുന്നു. ഇക്കാര്യം സംബന്ധിച്ച് BCCI KCAയോട് നിലപാട് ആരാഞ്ഞു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാക്കുന്നത് സംബന്ധിച്ച തീരുമാനം നാളെ ഉണ്ടാകും. കാവേരി വിഷയത്തിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ IPL മത്സരങ്ങൾ ചെന്നൈയിൽ നടത്തുന്നതിനെതിരെ രജനീകാന്ത് അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് BCCI ഭാരവാഹികൾ മത്സരവേദി തിരുവനന്തപുരത്തേക്ക് മാറ്റാനുള്ള ആലോചന നടത്തിയത്. IPL ഉദ്ഘാടന ചടങ്ങിനായി മുംബൈയിലെത്തിയ KCA ഭാരവാഹികളുമായി BCCI ചർച്ച നടത്തുകയും ചെയ്തു. മത്സരം തിരുവനന്തപുരത്ത് നടത്താൻ തയ്യാറാണെന്ന് KCA മറുപടി നൽകി. സൂപ്പർ കിങ്സ് മാനേജ്മെന്റും KCAയുമായി കൂടിയാലോചന നടത്തിയതായി പ്രസിഡന്റ് റോങ്ലിൻ ജോൺ ന്യൂസ് 18നോട് പറഞ്ഞു. തിരുവനന്തപുരത്തെ സ്റ്റേഡിയം മാച്ച് നടത്താൻ സജ്ജമാണ്. എന്നാലും നമ്മളോട് BCCIയുടെ ഭാരവാഹികൾ സെക്രട്ടറിയും IPL-ന്റെ രാജീവ് ശുക്ലയും ചോദിച്ചേക്കുന്നത് ഇവിടെ മാച്ച് നടത്താൻ പറ്റുമോ എന്നാണ്. നമ്മൾ അതിന്റെ വില്ലിങ്നെസ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്ങിന്റെ ആൾക്കാരും നമ്മളോട് ബന്ധപ്പെട്ട് ഇവിടെ നടത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം വന്നു. നമ്മൾ അത് നടത്താമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 10 മുതൽ 20 വരെ 7 മത്സരങ്ങൾക്കാണ് ചെപ്പോക്ക് സ്റ്റേഡിയം വേദിയാകേണ്ടത്. എന്നാൽ ആദ്യ മത്സരത്തിന് 2 ദിവസം മാത്രമുള്ളപ്പോൾ വേദിമാറ്റം എത്രമാത്രം പ്രായോഗികമാകും എന്നാണ് BCCI വിലയിരുത്തുന്നത്. അതേസമയം ഏത് സമയത്തും മത്സരം നടത്താനുള്ള സൗകര്യം ഗ്രീൻഫീൽഡിലുണ്ട്. കോർപ്പറേറ്റ് ബോക്സ് അടക്കമുള്ള സംവിധാനങ്ങൾ വളരെ വേഗത്തിൽ തയ്യാറാക്കാമെന്നാണ് KCA അറിയിച്ചിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. വിവിധ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താൽ നാളെ. ഭാരത് ബന്ദിൽ 11 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക, കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ. ഹർത്താലിനെ വെല്ലുവിളിച്ച് കലാപമുണ്ടാക്കുവാൻ ആരും ശ്രമിക്കരുതെന്ന് ആദിവാസി ഗോത്രസഭാ നേതാവ് M. ഗീതാനന്ദൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ സർവീസ് നടത്തുമെന്ന് KSRTC അറിയിച്ചിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ട് ഗുണ്ടാ സംഘം ഭീഷണിപ്പെടുത്തുന്നതായി കൊച്ചി സ്വദേശിയായ വനിതാ ഡോക്ടർ. 5 വർഷം മുൻപ് നൽകിയ പരാതിയിൽ നിന്നും പിന്മാറിയാൽ 5 കോടി രൂപ നൽകാമെന്നാണ് വാഗ്ദാനം. പിന്മാറിയില്ലെങ്കിൽ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. പോലീസിനെ അറിയിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ലെന്നും വനിതാ ഡോക്ടർ പറയുന്നു. ഞാൻ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത് ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്തതാണ്. 5 വർഷമായി. ഇപ്പോൾ എൻ്റെ ജീവിതവും പോയി, എല്ലാം പോയി. മരിച്ചാലും എനിക്ക് നീതി വേണം. എല്ലായിടത്തും പോയി. ചീഫ് മിനിസ്റ്ററിന്റെ ഓഫീസിൽ പോയി, ചീഫ് സെക്രട്ടറിയെ കണ്ടു, DGP സാറിനെ കണ്ടു, വിമൻസ് കമ്മീഷനെ കണ്ടു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് പറഞ്ഞിട്ട് IPS നിശാന്തിനെ കണ്ടു. ഒരിടത്ത് പോയിട്ട് ഒരു കാര്യമില്ല. ബംഗളൂരുവിൽ മെഡിസിന് പഠിക്കുമ്പോഴാണ് യുവതിക്ക് ചങ്ങനാശ്ശേരിക്കാരനായ പ്രശാന്ത് സ്കറിയയുടെ ആലോചന വരുന്നത്. വീട്ടുകാർ ആലോചിച്ച വിവാഹം ഉറപ്പിച്ചെങ്കിലും പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതിനാൽ പിന്മാറി. തുടർന്ന് പ്രശാന്ത് പീഡിപ്പിക്കുകയും നഗ്നചിത്രങ്ങൾ എടുക്കുകയും ചെയ്തുവെന്നാണ് കേസ്. ചങ്ങനാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശമനുസരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ട് മറച്ചുവെച്ചാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതെന്ന് പരാതിക്കാരി ആരോപിക്കുന്നു. മുൻകൂർ ജാമ്യം നേടിയ പ്രതി വിദേശത്താണ്. ഇപ്പോൾ കേസിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതലാണ് ഇവരെ ഭീഷണിപ്പെടുത്താനും ഉപദ്രവിക്കാനും തുടങ്ങിയത്. എൻ്റെ വീടിൻ്റെ അടുത്ത് വന്നിട്ടും പുറത്തെവിടെ ചെന്നാലും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. 10, 15, 20 പേര് കൂടിയിട്ട് നട്ടുച്ചയ്ക്കാണ് എന്നെ ഉപദ്രവിച്ചത്. ഭീഷണിപ്പെടുത്തുന്ന ചിത്രങ്ങൾ ഡോക്ടർ പകർത്തിയിരുന്നു. ആക്രമണത്തിൽ യുവതിയുടെ കൈക്ക് പരിക്കേറ്റു. നിങ്ങളെ പോലെ കച്ചറ അതൊക്കെ നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല, മനസ്സിലായോ? അൺഎഡ്യൂക്കേറ്റഡ് ഇല്ലിറ്ററേറ്റ് ആൾക്കാരല്ല നോക്കണേ. പോലീസിനെ അറിയിച്ചപ്പോൾ അനുഭവം ഇങ്ങനെ. നിശാന്തിനെ IPSന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് വീട് മാറി വേറെ എവിടെയെങ്കിലും താമസിച്ചൂടെ? സർ, ഇതെൻ്റെ സ്വന്തം വീടാണ്. എനിക്ക് വാർഡ് കൊടുത്ത് വേറെ താമസിക്കാൻ പറ്റില്ല. എനിക്കിവിടെ നിന്നേ പറ്റൂ. ഞാൻ ഹൈക്കോടതിയിൽ അപ്പിയർ ഉണ്ട്. എൻ്റെ കേസ് പാർട്ടി പേഴ്സണായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അമെൻമെന്റ് ഫയൽ ചെയ്യണം. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാൻ ഉള്ളൊരു സ്ട്രെങ്ത് ഇല്ല. ആകെ നാണം കെട്ടിയിരിക്കുക.
ഇങ്ങനെ നാണം കിടാൻ ആരും കേസ് കൊടുക്കില്ല സാർ. കുറേ ആയി സാർ, എന്റെ കരിയർ പോയി. എനിക്ക് സോഷ്യൽ ലൈഫില്ല, ഒന്നുമില്ല. മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും പ്രയോജനമുണ്ടായില്ലെന്നും നീതി ലഭിച്ചില്ലെന്നും യുവതി പറയുന്നു. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. മലപ്പുറത്ത് ദേശീയപാത വികസനത്തിനെതിരെ സമരം ചെയ്യുന്നവരെ തീവ്രവാദികളാക്കുന്നത് ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ വികസന പ്രവർത്തനങ്ങൾ സാധ്യമല്ലെന്നും സമരപ്പന്തൽ സന്ദർശിച്ച ശേഷം ചെന്നിത്തല പറഞ്ഞു. ദേശീയപാത സ്ഥലമേറ്റെടുപ്പിനുള്ള സർവേക്കിടെ സംഘർഷം നടന്ന AR നഗറിലും സ്വാഗതമാടുമാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. ഏറ്റവും കുറച്ചു ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ഹൈവേ അലൈൻമെന്റ് നിശ്ചയിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ കാര്യത്തിൽ ഗവൺമെന്റ് വസ്തുതകൾ മനസ്സിലാക്കി സമചിത്തതയോടെ ഈ വികസനം നടത്താനുള്ള സഹകരണം, ജനങ്ങളുടെ സഹകരണം തേടുകയാണ് വേണ്ടത്. ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് മുന്നോട്ട് പോകേണ്ടത്. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ വികസന പ്രവർത്തനങ്ങൾ സാധ്യമല്ല. ജനകീയ സമരങ്ങൾക്ക് തീവ്രവാദി പട്ടം ചാർത്തിക്കൊടുക്കുന്നത് ശരിയല്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഇവരാരും തീവ്രവാദികളല്ല, ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളാണ്. അവരെ തീവ്രവാദികളായി മുദ്ര കുത്തുന്ന നടപടി അങ്ങേയറ്റത്തെ തെറ്റാണ്. സ്വാഗതമാട് ബൈപ്പാസ് വിരുദ്ധ സമരത്തിൽ നിരാഹാരമിരിക്കുന്ന ഷബീന ബീഗത്തെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു. കീഴാറ്റൂരിലെ ബൈപ്പാസ് വിരുദ്ധ സമര നേതാവ് സുരേഷ് കീഴാറ്റൂരും സമരപ്പന്തലിൽ എത്തി. ഹൈവേ വികസനത്തിനായി ജനവാസ മേഖലകൾ വിട്ടുകൊടുക്കില്ലെന്ന് ഉറച്ച നിലപാടിലാണ് സമരക്കാർ. ഇക്കാര്യത്തിൽ ബുധനാഴ്ച ചേരുന്ന സർവകക്ഷി യോഗത്തിലെ നിലപാട് നിർണായകമാവും. പ്രശ്നബാധിത മേഖലകളെ മാറ്റി നിർത്തി സർവേ നടപടികൾ നാളെയും തുടരും. അഖിലൊട്ടുപാറയ്ക്കും ഷാഫിക്കുമൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 മലപ്പുറം. ന്യൂസ് 18 അന്വേഷണം തുടരുന്നു. പൊതുജനത്തിന്റെ കോടികൾ വെള്ളത്തിൽ. ജലഗതാഗത വകുപ്പിന്റെ സുരക്ഷാ ബോട്ടുകളുടെ ടെൻഡർ തുകയിലെ ക്രമക്കേടിന് പിന്നിൽ വകുപ്പിലെ ഉന്നതൻ. എസ്റ്റിമേറ്റ് തുകയിൽ നിന്ന് 1,15 ലക്ഷം രൂപ വർദ്ധിപ്പിച്ചത് കമ്മിറ്റി അംഗങ്ങൾ അറിയാതെ. ഡയറക്ടറുടെ നടപടിയിൽ സംശയം തോന്നിയ അംഗങ്ങൾ കമ്മിറ്റിയുമായി സഹകരിക്കാതെ പിരിഞ്ഞുപോയി. ന്യൂസ് 18 ഫോളോ അപ്പ്. സുരക്ഷാ ബോട്ടുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാർ തുക 1,15 ലക്ഷം രൂപ ഉയർത്തി സ്വകാര്യ കമ്പനിക്ക് നൽകിയത് ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങൾ അറിയാതെ. ടെക്നിക്കൽ കമ്മിറ്റി അംഗവും തുറമുഖ വകുപ്പ് സർവേയറുമായ മുഹമ്മദുമായി നടത്തിയ സംഭാഷണം കേൾക്കാം. ഞാൻ ഉൾപ്പെടുന്ന കമ്മിറ്റി ഒരിക്കലും ഇത്ര രൂപക്ക് അത് ചെയ്യാമെന്ന് വിലയിരുത്തിയിട്ടില്ല. ഞങ്ങൾ ചെയ്യുന്നത് സർക്കാരിൽ നിന്നും ഇത് അനുമതി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബോട്ടിന്റെ നിർമ്മാണവും സ്റ്റേജ് പേയ്മെന്റും മാത്രമാണ് ഞാൻ ഉൾപ്പെടുന്ന കമ്മിറ്റി നോക്കിയിട്ടുള്ളൂ. കമ്മിറ്റിയിൽ ഹാജരാകാതിരുന്നിട്ടും തന്റെ പേര് ഡയറക്ടർ നിർബന്ധപൂർവ്വം വയ്ക്കുകയായിരുന്നുവെന്ന കുസാറ്റ് ഷിപ്പ് ബിൽഡിംഗ് ടെക്നോളജി വിഭാഗം തലവൻ ഡോക്ടർ ശിവപ്രസാദ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിവെക്കുന്നതാണ് ഒഴിവാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ശിവപ്രസാദ് ഡയറക്ടർക്കയച്ച ഈ ഇമെയിൽ സന്ദേശം. ഞാൻ പ്രത്യേകിച്ച് നിർബന്ധിച്ച് പറഞ്ഞിരുന്നു ഇതിൽ ഉൾപ്പെടുത്തരുത്. ഞാൻ യൂണിവേഴ്സിറ്റിയായിട്ട് ഒരു കൊല്ലത്തെ സബാറ്റിക്കൽ ലീവിലാണ്, വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടില്ല എന്ന് ഞാൻ പലതവണ ഷാജിനായിട്ട് മെയിൽ അയച്ചു. പദ്ധതിയെ സംബന്ധിച്ച രേഖകൾ കൈമാറാൻ ജലഗതാഗത വകുപ്പ് തയ്യാറാകാത്തതിനാൽ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതായി അഗ്നിശമന സേനാ വിഭാഗം ഡിവിഷൻ ഓഫീസർ സുവിയും വ്യക്തമാക്കി. സർക്കാർ ഫംഗ്ഷന്റെ ടീമിനകത്ത് നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. സാർ എങ്ങനെയാണ് ഒരു എനിക്ക് സത്യം അതിന്റെ ഓഫീസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ആ പ്രോജക്റ്റിനെ സംബന്ധിച്ച് ഡീറ്റെയിൽസ് ഒന്നും സാറിന് കിട്ടിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ നിർമ്മാണത്തിന്റെ എസ്റ്റിമേറ്റ് തുക നിശ്ചയിച്ച കുസാറ്റിലെ ടെക്നിക്കൽ വിഭാഗം ഉൾപ്പെട്ട കമ്മിറ്റിയെ രണ്ടാം ഘട്ടത്തിൽ ഒഴിവാക്കിയത് തികച്ചും നിയമവിരുദ്ധമായി. ബോട്ട് നിർമ്മാണത്തിലുള്ള ടെക്നിക്കൽ കമ്മിറ്റി അറിയാതെ എങ്ങനെയാണ് ജലഗതാഗത വകുപ്പ് ഡയറക്ടർക്ക് ഒറ്റയ്ക്ക് കരാർ തുക കോടികൾ വർദ്ധിപ്പിക്കാനാവുക? മറുപടി പറയേണ്ടത് ഗതാഗത മന്ത്രിയാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ PK പ്രശാന്തിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മുൻ റേഡിയോ ജോക്കിയുടെ കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഓച്ചിറ സ്വദേശി യാസിൻ മുഹമ്മദാണ് അറസ്റ്റിലായത്. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതിനാണ് എഞ്ചിനീയറായ യാസിനെ അറസ്റ്റ് ചെയ്തത്. രാജേഷിന്റെ കൊലപാതകത്തിൽ രണ്ടാമത്തെ അറസ്റ്റാണ് യാസിൻ മുഹമ്മദിന്റേത്. കൊലയാളി സംഘത്തെ രക്ഷപ്പെടാൻ സഹായിച്ചതിനാണ് അറസ്റ്റ്. കൃത്യത്തിനു ശേഷം മുഖ്യപ്രതികളെ ബംഗളൂരുവിലെത്തിച്ചത് 23-കാരനായ എഞ്ചിനീയറിംഗ് ബിരുദധാരി യാസിനാണ്. അടൂരിൽ കാർ ഉപേക്ഷിച്ചത് ഇയാളാണെന്നും പോലീസ് കണ്ടെത്തി. മുഖ്യപ്രതി അലിക്ക് സാമ്പത്തിക ഇടപാട് നടത്താൻ യാസിൻ സ്വന്തം സുഹൃത്തിന്റെ ATM കാർഡ് തരപ്പെടുത്തുകയും ചെയ്തു. പ്രതികളിൽ ഒരാളെ ചെന്നൈയിലെത്തിച്ചതും ഇയാളാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കൊലയ്ക്കു മുൻപ് പ്രതികൾക്ക് താമസ സൗകര്യമൊരുക്കിയതിന് കൊല്ലം സ്വദേശി സനു നേരത്തെ പിടിയിലായിരുന്നു. യാസിനാണ് സനുവിന്റെ വീട്ടിൽ പ്രതികളെ എത്തിച്ചതും. ന്യൂസ് 18 തിരുവനന്തപുരം.
വടകര മോർഫിംഗ് കേസിലെ മുഖ്യപ്രതി ബിബീഷ് സ്ത്രീകളുമായി ഫേസ്ബുക്ക് ബന്ധം സ്ഥാപിച്ചത് 4 സ്ത്രീ പേരുകളുള്ള വ്യാജ അക്കൌണ്ട് വഴി. ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുടെ ചിത്രങ്ങളെല്ലാം മോർഫിംഗ് നടത്തിയിട്ടുണ്ടെന്ന് പ്രതി സമ്മതിച്ചു. സദേം സ്റ്റുഡിയോയിൽ നിന്നും പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്കും മോർഫ് ചെയ്ത 4 ഫോട്ടോയും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. കഴിഞ്ഞ 5 വർഷമായി ബിബീഷ് വാടകയ്ക്ക് താമസിച്ചിരുന്ന വൈക്കിലശ്ശേരിയിലെ വീടിന് സമീപത്തെ 4 സ്ത്രീകളുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് ഉണ്ടാക്കിയാണ് മറ്റു സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചത്. ഇവരുടെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ നിന്നും ലഭിച്ച ഫോട്ടോകൾ ഉപയോഗിച്ചാണ് മോർഫിംഗ് നടത്തിയത്. വിവാഹ ഫോട്ടോകളിൽ നിന്നും ചിത്രങ്ങൾ എടുത്തിട്ടില്ലെന്നും എന്നാൽ വിവാഹത്തിനെത്തുന്ന സ്ത്രീകളെ ഫേസ്ബുക്കിൽ കണ്ടെത്തി ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിരുന്നുവെന്നും ഇയാൾ സമ്മതിച്ചു. ബിബീഷിന്റെ ഈ മൊഴി അന്വേഷണ സംഘം മുഖവിലക്കെടുത്തിട്ടില്ല. ഫേസ്ബുക്കിൽ നിന്നാണോ വിവാഹ വീഡിയോകളിൽ നിന്നാണോ മോർഫിംഗിന് വേണ്ടി ചിത്രങ്ങൾ ശേഖരിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. 2015-ൽ വിവാഹ വീട്ടിൽ നിന്ന് എടുത്ത തന്റെ ചിത്രം ഉപയോഗിച്ചാണ് മോർഫിംഗ് നടത്തിയതെന്ന സ്ത്രീയുടെ പരാതിയും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം മോർഫ് ചെയ്ത 4 ചിത്രങ്ങളും സ്റ്റുഡിയോയിൽ നിന്ന് പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്കും കോടതിയുടെ അനുമതിയോടെ തിരുവനന്തപുരത്തെ സിഡാക്കിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സിഡാക്കിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. ന്യൂസ് 18 വടകര. ഒരു അഡാർ ലവ് ചിത്രത്തിൽ നിന്ന് മാണിക്യമലരായ പൂവി എന്ന ഗാനം നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈദരാബാദ് സ്വദേശികൾ സുപ്രീംകോടതിയിൽ. ഗാനത്തിലെ രംഗങ്ങൾ മുസ്ലിങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നും മതവികാരം വ്രണപ്പെടുത്തുന്നതും ദൈവനിന്ദയുമാണെന്നും പരാതിയുണ്ട്. കടക്കണ്ണിറക്കുന്നത് ഇസ്ലാമിൽ വിലക്കപ്പെട്ടതാണെന്നും അപേക്ഷയിൽ പറയുന്നു. ഗുരുതര രോഗങ്ങളെയും അപകടങ്ങളെയും അതിജീവിച്ച് മാതൃകയായവരെ മുംബൈ സർ എച്ച്.എൻ. റിലയൻസ് ഫൗണ്ടേഷൻ ആശുപത്രി ആദരിച്ചു. ഹൃദ്രോഗം, അർബുദം, അസ്ഥിരോഗം തുടങ്ങിയവയിൽ നിന്നും മുക്തരായി പുതുജീവിതം നയിക്കുന്നവരെയാണ് റിന്യൂവൽ പുരസ്കാരം നൽകി ആദരിച്ചത്. പുതുജീവൻ എന്ന അർത്ഥത്തിലാണ് റിലയൻസ് ഫൗണ്ടേഷൻ ആശുപത്രി പുരസ്കാരം നൽകുന്നത്. 2015-ൽ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി ഇപ്പോൾ സന്തുഷ്ട ജീവിതം നയിക്കുന്ന മുഹമ്മദ് ഷെയ്ഖിന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പുരസ്കാരം ലഭിച്ചു. ലങ് പവർ പുരസ്കാരം 80-കാരനായ സുരേന്ദ്ര ഷായ്ക്കാണ്. ഗുരുതരമായ ശ്വാസകോശ രോഗം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സുരേന്ദ്ര ചികിത്സയിലൂടെ സുഖം പ്രാപിച്ചു. ഇപ്പോൾ അർബുദ രോഗികൾക്കായുള്ള ക്ഷേമപ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ്. മാരത്തൺ ഓട്ടക്കാരനായ ഗുർഷിത് മിസ്ത്രിക്കാണ് സൂപ്പർ അത്ലറ്റ് പുരസ്കാരം. ഡോക്ടർ സോണൽ സിദ്വാനി സൂപ്പർ വുമൺ അവാർഡിനും അർഹയായി. മാസങ്ങൾക്ക് മുമ്പ് കോമാനിലയിലായ സോണൽ ചികിത്സയിലൂടെ പുതുജീവിതത്തിലെത്തി. ഡോക്ടർ എന്ന നിലയിൽ ഔദ്യോഗിക ജീവിതത്തിലും ശ്രദ്ധേയാണിപ്പോൾ. 65 വയസ്സുള്ള ഛായാമണിയാറുടെ കുടുംബത്തെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ഫാമിലിക്കുള്ള പുരസ്കാരം നൽകിയാണ് ആദരിച്ചത്. തലച്ചോറിൽ രോഗം ബാധിച്ചതിനെ തുടർന്ന് പലതവണ നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് ഛായാമണിയാർ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. ഛായയുടെ മകളും ഭർത്താവും മരുമകനും നൽകിയ പിന്തുണ മാനിച്ചാണ് കുടുംബത്തിന് പുരസ്കാരം. 80-കാരനായ രാമൻ കോസലയ്ക്കാണ് യങ് അറ്റ് ഹാർട്ട് പുരസ്കാരം. 17-കാരിയായ റെയ്ന ആര്യ വാരിയർ പുരസ്കാരത്തിനും അർഹയായി. 2 മാസം കോമാനിലയിൽ കഴിഞ്ഞ ശേഷം ചികിത്സയിലൂടെ തിരിച്ചെത്തിയ റെയ്ന സ്കൂൾ വിദ്യാഭ്യാസം തുടരുകയും ഇപ്പോൾ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയുമാണ്. അസാധാരണ ശേഷികൾക്കുടമകളായ ശൈലേഷ, കെ കൂപ്പർ, നിതിൻ ഖണ്ഡേൽവാൾ, നമിത സിദ്ധ എന്നിവർക്കും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ലയൺ ഹാർട്ട് പുരസ്കാരത്തിന് ജതിൻ സേതും, സൂപ്പർമാൻ പുരസ്കാരത്തിന് സുശീൽ തുൾസ്യാനും അർഹരായി. മുംബൈയിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. ന്യൂസ് 18 മുംബൈ.